ഡോക്ടറെ, എൻ്റെ ആൻജിയോഗ്രാം റിസൾട്ട് കണ്ടില്ലേ? ഇതിൽ 20% ബ്ലോക്ക് ഉണ്ട്. ഇത് അപകടകരമാണോ? 50% ബ്ലോക്ക് എത്രത്തോളം അപകടകരമാണ്? 90% ബ്ലോക്ക് ആണെങ്കിൽ സ്റ്റെൻറ്റ് നിർബന്ധമാണോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കിയാലോ. ബ്ലോക്ക് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ പലരും ഭയപ്പെടുന്നു. പക്ഷേ എല്ലാ ബ്ലോക്കുകൾക്കും ഒരുപോലെയുള്ള അപകടകരമല്ല. ഓരോ ശതമാനവും എന്താണ് സൂചിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം എത്തിക്കുന്നത് ധമനികളാണ്, കൊറോണറി ആർട്ടറി എന്ന് പറയും. കാലക്രമേണ കൊളസ്ട്രോള്, കൊഴുപ്പ്, കാൽസ്യം എന്നിവയൊക്കെ ധമനിക്കുള്ളിൽ അടിഞ്ഞുകൂടുന്നു. അതാണ് എന്തായി മാറുന്നത്? ബ്ലോക്കായിട്ട് മാറുന്നത്. 0 തൊട്ട് 20% ബ്ലോക്ക്, അത് വളരെ ചെറിയ ഒരു ബ്ലോക്കാണ്. അത് കുറച്ച് പ്രായം കൂടുമ്പോഴൊക്കെ സാധാരണ കാണുന്ന ബ്ലോക്കാണ്. അതിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല. ബ്ലഡ് ഫോൾഡ് പ്രത്യേകിച്ച് കുറവൊന്നും വരില്ല. അതിന് തീർച്ചയായിട്ടും ആരോഗ്യപരമുള്ള ഭക്ഷണം, എക്സസൈസ്, കൊളസ്ട്രോൾ നിയന്ത്രിക്കുക, പിന്നെ റെഗുലർ ഫോളോ അപ്പ് എന്നിവയൊക്കെ ചെയ്തിട്ട് പോകേണ്ട കാര്യമാണ്. പിന്നെ കാണുന്നത് 40 to 70% ബ്ലോക്കാണ്. അതൊരു മോഡറേറ്റ് ബ്ലോക്കാണ്. ഇതാകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു വ്യായാമമൊക്കെ ചെയ്യുമ്പം നമ്മളെ ഹൃദയത്തിന് കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടാത്തൊരംശം വരുമ്പം അവിടെ ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാം. നെഞ്ചിന് ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇവയൊക്കെ അനുഭവം. പിന്നെ എന്താക്കാം, അത്തരം ആൾക്കാർക്ക് കാർഡിയോളജിസ്റ്റ് ചിലപ്പോൾ മരുന്നുകളോ അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റ് ചെയ്യാനോ പറയാം. പിന്നെ കാണുന്നൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 80% തൊട്ട് 90% ബ്ലോക്കാണ്. അത് കുറച്ചുകൂടി സിവിയർ ആയൊരു ബ്ലോക്കാണ്. ഇത്തരം ഒരു ബ്ലോക്കിൽ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നെഞ്ചുവേദന, ഇടത് കൈയിലേക്ക് വേദന വ്യാപിക്കുക, താടിയലിലേക്ക് ബാധിക്കുക, വിയർപ്പ്, ശ്വാസം മുട്ടൽ. ഇത്തരം രോഗികളിൽ സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ആവശ്യമായി വരും. എന്നാൽ തീരുമാനം ബ്ലോക്കിൻ്റെ സ്ഥാനം, എണ്ണം, രോഗിയുടെ അവസ്ഥ എന്നിവയ്ക്കൊക്കെ അനുസരിച്ചായിരിക്കും. പിന്നെ കാണുന്നത് 100% ബ്ലോക്കാണ്. 100% ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ധമനി പൂർണ്ണമായും അടിഞ്ഞിരിക്കുന്ന അവസ്ഥ. ചെറിയ പുതിയ രക്തക്കുഴലുകൾ രൂപപ്പെട്ട് കൊളാട്രൽ വെസൽസ് രൂപപ്പെടുത്തി രക്തപ്രവാഹം ഭാഗികമായി നിലനിർത്താനുള്ള സാഹചര്യം. എന്നിരുന്നാലും അടിയന്തര ഹൃദ്രോഗ വിദഗ്ധ പരിശോധന ഇത്തരം ഘട്ടത്തിൽ ആവശ്യമാണ്. ഇനി പറയുന്ന ലക്ഷണം കൊണ്ട് ഉടൻ ആശുപത്രിയിലെത്താം. 10 മിനിറ്റിൽ കൂടുതൽ നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അമിതമായിട്ടുള്ള വിയർപ്പ്, താടിയിലേക്കോ കൈയിലേക്കോ പടരുന്ന വേദന, ബോധക്ഷയം. ഇവ ഒരിക്കലും അവഗണിക്കാൻ പാടുള്ളതല്ല. എങ്ങനെ ഒരു ബ്ലോക്കേജ് കൂടുതൽ വഷളാകുന്നത് തടയാൻ പറ്റും? തീർച്ചയായും പുകവലിക്കുന്നവരാണത് നിർത്തണം. പ്രമേഹമുണ്ടെങ്കിൽ നിയന്ത്രിക്കണം. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കണം. ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കണം. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. ഒരു മെഡിറ്ററേനിയൻ സ്റ്റൈലിൽ ജീവിത രീതി പിന്തുടരണം. ആരോഗ്യമായിട്ടുള്ള ഒരു വെയിറ്റ് നിലനിർത്തണം. നന്നായിട്ട് ഉറങ്ങണം. തീർച്ചയായിട്ടും 20% ബ്ലോക്ക് ഹൃദയാഘാതമല്ല. 50% ബ്ലോക്ക് ഉണ്ടായാൽ എല്ലാവർക്കും സ്റ്റെൻറ്റ് വേണമെന്നില്ല. 90% ബ്ലോക്ക് ഉണ്ടായാൽ അടിയന്തരമായി ഹൃദ്രോഗ വിദഗ്ധനെ കാണേണ്ടതുണ്ട്. ചികിത്സ തീരുമാനിക്കുന്നത് ശതമാനം മാത്രം നോക്കിയല്ല, രോഗിയുടെ മുഴുവൻ അവസ്ഥ വിലയിരുത്തിയാണ് എന്നുള്ള പ്രത്യേകം അറിയാം.